ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഈ മണിക്കൂറിലെ ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ ആദ്യം കടക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ കടത്തുന്ന സ്വർണം ഇപ്പോഴും പിടികൂടുന്നത് മുൻ SP S സുജിത് ദാസ് നിയോഗിക്കുന്ന ഡാൻസ് ഓഫ് സംഘമെന്ന് വെളിപ്പെടുത്തൽ. പഴയ ഡാൻസ് ഓഫ് പ്രവർത്തനം തുടരുന്നിടത്തോളം കാലം പോലീസിന് സ്വർണം അടിച്ചുമാറ്റാൻ കഴിയുമെന്നും സ്വർണ്ണക്കടത്ത് കേസ് പ്രതി 24-നോട് പറഞ്ഞു. 24 ബിഗ് ബ്രേക്കിംഗ്. കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് പോലീസ് പിടികൂടുന്ന സ്വർണം മുൻ SP സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ അടിച്ചുമാറ്റുന്നു എന്നാണ് PV അൻവർ MLAയുടെ ആരോപണം. സുജിത് ദാസ് മലപ്പുറത്ത് നിന്ന് ട്രാൻസ്ഫറായി പോയതിനു ശേഷവും ഡാൻസ് ഓഫിന്റെ സഹായത്തോടെ ഇത് നിയന്ത്രിച്ചുവെന്നുമാണ് ആരോപണം. ഇത് ശരിവെക്കുകയാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതി. ഡാൻസ് ഓഫ് അംഗങ്ങളും ഈ പോലീസ് എയ്ഡ് പോസ്റ്റും ഇവരുടെ ഈ കരിപ്പൂരിൽ സ്വർണം പുറത്തു വെച്ചുള്ള പിടിക്കുന്നതിന് ആ നടപടിക്രമങ്ങളും അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. വീണ്ടും ഇതുപോലെ പിടിക്കാനും ഇതുപോലെ വീണ്ടും അവർക്ക് കോടതിയുടെ നിർദ്ദേശമില്ലാതെ കൊണ്ടുപോയി വിൽക്കാനും ഇതുപോലെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യാനും വേണമെങ്കിൽ ഒരു പരിധിവരെ അവർക്ക് കഴിയും. DYSPമാർ ഉൾപ്പെടെയുള്ളവരെ മാറ്റിയാലും സുജിത് ദാസ് നിയോഗിച്ച ഡാൻസ് ഓഫ് ടീം തുടരുവോളം സ്വർണം അടിച്ചു മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. ഈ SP മുതൽ DYSP അടക്കമുള്ളവരെ മാറ്റിയാലും പോലീസ് എയ്ഡ് പോസ്റ്റും ഈ SP-യുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘങ്ങളും അതേപടി തന്നെ തുടരുന്ന സ്ഥിതിക്ക് ഇനിയും അവർക്ക് അതിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. സുജിത് ദാസ് മലപ്പുറം SP ആയിരിക്കെ 150 കിലോയോളം സ്വർണമാണ് വിമാനത്താവളത്തിന് പുറത്ത് പോലീസ് പിടികൂടിയത്. PV അൻവർ MLAയുടെ പരാതി അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തും അന്വേഷിക്കുന്നുണ്ട്. സമീർ ബിൻ കരീം, 24, തിരൂർ. DGPക്ക് മുന്നിൽ PV അൻവർ MLAക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ADGP MR അജിത് കുമാർ. PV അൻവറിന് പിന്നിൽ മാഫിയ സംഘങ്ങളുണ്ട് എന്നാണ് MR അജിത് കുമാറിന്റെ മൊഴി. ADGPക്കെതിരെയുള്ള അന്വേഷണം പ്രഹസനമാണെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നും പരിഹസിച്ചു. തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നാണ് MR അജിത് കുമാറിന്റെ മൊഴി. കുഴൽപ്പണ ഇടപാടുകാരും തീവ്രവാദ ബന്ധമുള്ളവരുമാണ് പിന്നിൽ. മലപ്പുറം ജില്ലയിൽ നടന്ന സ്വർണ്ണവേട്ടയും പ്രതികാരത്തിന് കാരണമായെന്ന് MR അജിത് കുമാർ ആരോപിച്ചു. തന്റെ സ്വത്തുക്കൾ സംബന്ധിച്ച എല്ലാ രേഖകളും നൽകാമെന്ന് MR അജിത് കുമാർ DGPയെ അറിയിച്ചു. CBI മാതൃകയിൽ ചോദ്യങ്ങൾ എഴുതി നൽകണം, ആരോപണങ്ങൾക്ക് മറുപടി രേഖാമൂലം നൽകാൻ അവസരമൊരുക്കണമെന്നും ആവശ്യം. മൊഴിയെടുപ്പിൽ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് ചോദ്യമുണ്ടായില്ല. അന്വേഷണം പ്രഹസനമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. അന്വേഷണം ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണം പ്രഹസനമാണ്. അന്വേഷകരെ അവരെ അതേ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് അവരുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ, അവരെ എല്ലാ ദിവസവും നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എതിരായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എതിരായിട്ട് എന്ത് അന്വേഷണം നടക്കുന്നത്? ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു കൊടുക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഈ അന്വേഷണം പ്രഹസനാണ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. എന്ത് ചോദിക്കണമെന്ന് പോലും മുഖ്യമന്ത്രി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിലപ്പുറം കടക്കാൻ DGPക്ക് സ്വാതന്ത്ര്യമില്ല. UPയേക്കാൾ RSSന് സ്വാധീനം കേരളത്തിലാണ്. MR അജിത് കുമാർ നൽകിയ പരാതിയിലാണ് ഇന്നലെ DGP മൊഴിയെടുത്തത്. PV അൻവറിന്റെ പരാതിയിലെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ പിന്നാലെ നടക്കും. 24, തിരുവനന്തപുരം. CPM-നെയും കോൺഗ്രസിനെയും RSS ബന്ധം ഓർമ്മിപ്പിച്ച് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. RSSന്റെ പേരിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആരെയാണ് കബളിപ്പിക്കുന്നതെന്ന് മുൻ തെരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാട്ടി PS ശ്രീധരൻപിള്ള ചോദിച്ചു. അതേസമയം RSS ADGP കൂടിക്കാഴ്ചയിലെ വിമർശനങ്ങൾക്ക് കടുത്ത ഭാഷയിലായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയ സാഹചര്യത്തിലാണ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ പ്രതികരണം. RSSന്റെ പേരിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആരെയാണ് കബളിപ്പിക്കുന്നതെന്നാണ് ചോദ്യം. 1977ലെയും 1980ലെയും തെരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് RSS ബന്ധത്തിൽ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും മറുപടി. 77ലെ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ KG മാരാർ എന്ന RSS വിസ്താരകന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഫുൾ ചാർജ് ആർക്കായിരുന്നു? ആരെയാ അന്ന് പിന്തുണച്ചത്? RSSന്റെ നിരോധനം പിൻവലിക്കണമെന്നുള്ള ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ചപ്പോൾ അതിനനുസരിച്ച് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞവരല്ലേ ഇന്നിപ്പം തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, കണ്ടുകൂടാ? 80ലെ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് O രാജഗോപാലായിരുന്നു പാർലമെന്റിലേക്കുള്ള പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി, 2 പേരിലൊന്ന്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു മുസ്ലിം ലീഗിന്റെ ചെറുക്കുള അബ്ദുള്ള. അതെന്താ പിന്താങ്ങിയതാരാ? നേരത്തെ പറഞ്ഞത് LDF ആണെങ്കിൽ പറഞ്ഞെങ്കിൽ ഇത് UDF ആണ്. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെയും PS ശ്രീധരൻപിള്ള ന്യായീകരിച്ചു. കൂടിക്കാഴ്ചയെ പിന്തുണച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും രംഗത്തെത്തി. കൂടിക്കാഴ്ചയെ വിമർശിക്കാൻ യോഗ്യതയുള്ളവർ കേരളത്തിലുണ്ടോ എന്ന് സുരേഷ് ഗോപി. ആരാണ് കൽപ്പിക്കുന്നത്? ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉള്ളതാണ്. അങ്ങനെ അൺടച്ചബിലിറ്റി കൽപ്പിക്കുന്ന, പ്രൊമോട്ട് ചെയ്യുന്നവരും അതിൽ തുല്യ ക്രിമിനലുകളാണ്.
മാസപ്പടി വിവാദത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ വിശദീകരണത്തിന് സുരേഷ് ഗോപിയുടെ പരിഹാസം. ആരെയും ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് ശുദ്ധമാണെന്നൊന്നും പറയത്തില്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ശുദ്ധമാണ്, ഒരാളെയും ദ്രോഹിക്കില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ ദ്രോഹിക്കാൻ വരുന്നവരെ വിടുകയുമില്ല. കോഴിക്കോട് PP മുകുന്ദൻ അനുസ്മരണത്തിലായിരുന്നു ഗവർണറുടെയും കേന്ദ്രമന്ത്രിയുടെയും പ്രതികരണം. തൃശൂരിൽ സുരേഷ് ഗോപി എങ്ങനെ വിജയിച്ചെന്ന് പഠിക്കണമെന്നും ഇങ്ങനെ സാഹസികമായി ആരും രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ലെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. 24 കോഴിക്കോട്. കോഴിക്കോട്ടെ വ്യവസായി മുഹമ്മദ് അടൂർ തിരോധാന കേസ് ക്രൈംബ്രാഞ്ച് മലപ്പുറം മുൻ ജില്ലാ മേധാവി അന്വേഷിക്കണമെന്ന് PV അൻവർ MLA. അന്വേഷണം മറ്റൊരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും PV അൻവർ പറഞ്ഞു. ക്രൈംബ്രാഞ്ച് മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു അൻവറിന്റെ പ്രതികരണം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് ജയിൽ മോചനം. അരവിന്ദ് കെജ്രിവാളിനെ സ്വീകരിക്കാൻ നൂറുകണക്കിന് ആം ആദ്മി പാർട്ടി പ്രവർത്തകരാണ് തിഹാർ ജയിലിന് മുന്നിലെത്തിയത്. വ്യക്തി സ്വാതന്ത്ര്യം പരമപ്രധാനമാണെന്ന് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിയിൽ സുപ്രീം കോടതി വ്യക്തമാക്കി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ഉപാധികളോടെയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ പ്രവേശിക്കാൻ പാടില്ല, ഫയലുകളിൽ ഒപ്പിടരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക ചുമതലകൾ വഹിക്കാൻ കെജ്രിവാളിന് പരിമിതികളുണ്ടാകും. വിചാരണ ഉടൻ പൂർത്തിയാക്കാൻ സാധ്യതയില്ലെന്നും അതിനാൽ ജാമ്യം നൽകുന്നെന്നും കോടതി വ്യക്തമാക്കി. CBI അറസ്റ്റിൽ ബെഞ്ചിലെ 2 ജഡ്ജിമാർ ഭിന്നവിധിയാണ് പ്രസ്താവിച്ചത്. ജസ്റ്റിസ് സൂര്യകാന്ത് CBI നടപടിയെ അനുകൂലിച്ചപ്പോൾ ജസ്റ്റിസ് ഉജ്ജൽ ബുയാൻ അതിരൂക്ഷ വിമർശനമുയർത്തി. ജാമ്യം ലഭിച്ചതിനു പിന്നാലെ പുറത്തിറങ്ങിയ കെജ്രിവാളിനെ സ്വീകരിക്കാൻ ഭാര്യ സുനിത കെജ്രിവാളും നേതാക്കളും തിഹാർ ജയിലിന് പുറത്തെത്തി. കെജ്രിവാളിനെ പ്രവർത്തകർ ആഘോഷത്തോടെ സ്വീകരിച്ചു. തന്റെ ധൈര്യവും കരുത്തും 100 മടങ്ങ് കൂടിയെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തകരോട് പറഞ്ഞു. और ये जितनी राष्ट्र विरोधी ताकतें हैं जो देश के विकास को रोक रही हैं, जो देश को बांटने का काम कर रही हैं, जो देश को अंदर से कमजोर करने का काम कर रही हैं, जिंदगी भर में इनके खिलाफ लड़ा हूं, आगे भी ऐसे ही लड़ता रहूंगा. ED കേസിൽ അരവിന്ദ് കെജ്രിവാളിന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പശ്ചാത്തലത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം അണികൾക്ക് ആവേശം പകരുന്നതാണ്. 24 ഡൽഹി. ഇന്നലെ അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് വിട നൽകി ജവഹർലാൽ നെഹ്റു സർവകലാശാല. 3 വട്ടം JNU വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റായിരുന്ന സീതാറാം യെച്ചൂരിക്ക് ലാൽ സലാം ചൊല്ലി ക്യാമ്പസ് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം 100 കണക്കിന് ആളുകളാണ് പ്രിയ സഖാവിനെ അവസാനമായി കാണാൻ ക്യാമ്പസിലെത്തിയത്. വിപ്ലവയാത്രയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം സീതാറാം യെച്ചൂരിക്ക് JNU എന്നൊരു ഏട് ഒഴിവാക്കാൻ കഴിയാത്തതാണ്. ഒരിക്കൽ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം മുഴക്കിയ സഖാവിന് JNU ഇല്ലാതെ എങ്ങനെ യാത്ര പൂർത്തീകരിക്കാനാകും? ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സഖാക്കളും ഇന്ന് ചേർന്ന് വിളിച്ച മുദ്രാവാക്യം സീതാറാമിന് അന്ത്യാഭിവാദ്യമായി. JNU വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിൽ അരമണിക്കൂറിലേറെ സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. പ്രിയ സഖാവിനെ അവസാനമായി ഒന്ന് കാണാൻ നിരവധി പേരാണ് ക്യാമ്പസിലേക്കെത്തിയത്. JNUവിലെ വിദ്യാഭ്യാസത്തിന് ശേഷവും ക്യാമ്പസ് സീതാറാം യെച്ചൂരിയുടെ പ്രിയപ്പെട്ട ഇടമായിരുന്നു. യൂണിയൻ തെരഞ്ഞെടുപ്പ് വേളകളിലും SFI സഖാക്കളെ കാണാനും ക്യാമ്പസിലെത്തുന്ന സീതാറാം യെച്ചൂരി ഇനി ഓർമ്മകളിൽ മാത്രം. അടിയന്തരാവസ്ഥ കാലത്ത് JNUവിനെ നയിച്ചിരുന്നത് സീതാറാം യെച്ചൂരിയായിരുന്നു. പിന്നീട് ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചത് JNUവിലെ ഈ യൂണിയൻ ഓഫീസിൽ നിന്നാണ്. ആ അനുഭവങ്ങളെല്ലാം പിന്നീട് യെച്ചൂരി എന്ന നേതാവിനെ പരുവപ്പെടുത്തുന്നതിൽ നിർണായകമായി. JNUവിൽ നിന്ന് വിനീത VG 24. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.